സുഹൃത്തുക്കളെ, സുഖമല്ല എല്ലാവർക്കും? അതെ, അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും കൂടി പോരാ. അതെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴേ മുണ്ടൊക്കെ കൊടുത്തിട്ടാണ് നമ്മുടെ കേരളീയ തനതായ വേഷത്തിലാണ് നമ്മൾ ഹൈക്കിങ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇങ്ങനെയുള്ള വേഷങ്ങളൊക്കെ ഉണ്ടെന്ന് ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ, ഈ ഹോങ്കോങ്ങിൽ ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവരറിഞ്ഞോട്ടെ എന്ന് നമുക്ക് തുടങ്ങിയാലോ? സമയമില്ല കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കുറേ സ്റ്റെപ്പാണ് കാണുന്ന പോലെ ഇല്ല കേട്ടോ. സ്റ്റെപ്പ് കയറി വയ്യാണ്ടായുള്ള കാര്യം പറയാമല്ലോ. ഒരു ലോഡ് സ്റ്റെപ്പ്, അതിപ്പോൾ അതെല്ലാം നമുക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ തന്നെ ഈ വീഡിയോ ആരും കാണില്ല. അതിൻ്റെ ഇടയ്ക്ക് ഈ ഉള്ള സ്റ്റെപ്പൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ആര് കാണാനാ? അപ്പോൾ കുറച്ചൊക്കെ നമുക്ക് കാണിക്കാം, മനസ്സിലായോ? സ്റ്റെപ്പ് കയറി കാലിൻ്റെ മസിൽ ഒരു പരിവായിൻ്റെ. അപ്പോൾ എന്തായാലും സ്റ്റെപ്പ് അങ്ങനെ ഏകദേശം കഴിയാറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പിന്നാലുള്ള ക്യാമറമാനും മറ്റേ ക്യാമറകളൊക്കെ ഒരുപാട് ബാക്കിലാണ്. നമ്മുടെ ഒരു സ്പീഡ് കിട്ടുന്നില്ല അവർക്ക്. പിന്നെ അത് അങ്ങോട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ഇതേ രണ്ടാം സ്ഥലം എന്ന് പറയാൻ വേണമെങ്കിൽ ഇതേ ഇനി ഇങ്ങനെയുള്ള വഴിയാണ്. അപ്പോൾ ഇത് കുറേ കഴിഞ്ഞു, ഇതെല്ലാം നമുക്ക് കാണിക്കാൻ പറ്റില്ല കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഇതേ പിന്നെ ഇതേ മൂന്നാം സ്ഥലത്തിൻ്റെ ഇതേ നമുക്ക് കയറി പോകേണ്ട മലയാട്ട്. ഈ മലയാണ്ട് കയറിയാണ്ട് ഇറങ്ങണം. അതാണ് നമ്മുടെ ഇന്നത്തെ ടാർഗറ്റ് കേട്ടോ. എൻ്റെ മുകളിലൊരു 1.5 വ്യൂ ആണെന്നാണ് പറയണത്. ഇപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം, മനസ്സിലായ? എന്തായാലും ഒട്ടുക്കത്തെ ചൂടെന്ന് പറഞ്ഞാൽ ഒട്ടുക്കത്തെ ചൂടാണ്. ഹ്യൂമിഡിറ്റി എന്ന് പറയാൻ 80% ഇതാണ് ഹ്യൂമിഡിറ്റി കാണിക്കുന്നത് ഇന്നത്തെ. എന്തായാലും മുണ്ടെടുത്ത് പോന്നത് എന്തായാലും നന്നായോ എന്നൊരു തോന്നലില്ലായില്ല. അങ്ങനെ നമ്മൾ ഒരു പകുതി ഏകദേശം എത്തിയിട്ടാണ്. എൻ്റെ ഇടയ്ക്ക് ഇതേ കണ്ടില്ലേ, നമ്മുടെ നാട്ടിലുള്ള ഈ ചൊറിയണ പോലത്തെ എന്തൊക്കെയോ ഒരു ഇത് വേർത്തിട്ടാണെങ്കിൽ ഒരു നിവൃത്തിയില്ല എൻ്റെ സുഹൃത്തുക്കളെ. അതിൻ്റെ ഇടയ്ക്ക് ആ ഇതുണ്ടല്ലേ, വള്ളി പോലത്തെ സാധനം കാലുമൊക്കെ പറയുമ്പോഴേ നല്ല ചൊറിച്ചിലും ആകെ ഒരു ജാതി ഇറിറ്റേഷൻ പോലെ. ദേ അപ്പോൾ 4ാം സ്ഥലം എത്തിയിട്ടതേ കണ്ട. ഇതാണ് ഇനി കയറി പോകുള്ളത്. സംഗതി മുണ്ടൊക്കെ എടുത്ത് കയറാൻ നല്ല ആവേശം ഉണ്ടെങ്കിലും കുറച്ചാണ്ട് കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ സംഗതി മനസ്സിലായത്. വിചാരിക്കുന്ന അത്ര സുഖമില്ല കേട്ടോ, മനസ്സിലായ? പിന്നെ മുണ്ടല്ല വിഷയം, നമ്മുടെ ചെരുപ്പാണ് വിഷയം. ചെരുപ്പാണ് നമ്മളെ പനി പറ്റിച്ചത്. അപ്പം നമ്മൾ മുണ്ടിന് മാച്ചായ ചെരുപ്പൊക്കെ ഇട്ട് വന്നപ്പോഴേ ആ മാച്ചിങ് നമ്മൾ പോണ വഴിയായിട്ടില്ല. നമ്മൾ ഇട്ടിരിക്കുന്ന ചെരുപ്പും വഴിയായിട്ട് ഒരു മാച്ചിങ്ങും ഇല്ല. അത് നമുക്ക് ശരിക്കും 8ൻ്റെ പണിയാണ് കിട്ടിയിട്ടില്ലേ. ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട, നമ്മൾ പോകുന്ന വഴിയാണ് കേട്ടത്. നമ്മൾ കയറിപ്പോകുന്ന വഴിയാണത്. ആ ബിൽഡിങ്ങിൻ്റെ അടിയിൽ നിന്നാണ്, ഭാഗത്തു നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് കയറി പോകുന്നത്, മനസ്സിലായ? അപ്പോൾ അതേ ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയാനുള്ളൊരു കാര്യം, ശരിക്കും 8ൻ്റെ അല്ല 16ൻ്റെ പണിയാണ് കിട്ടിയത്. ഒന്നും പറയണ്ട. അതേ ഇവിടെ നമ്മളിപ്പോൾ എത്തിയപ്പോൾ ഒരു 3:30 ആയിട്ട്. ഒരു എയറോപ്ലെയിൻ പോകുമ്പോൾ കിട്ടുന്ന തണൽ വരില്ല. ഇത് കണ്ടില്ലേ, ഈ മൊട്ട കുന്നാണ്. ഈ ചെറിയ ഇങ്ങനെ കുറ്റിപ്പുല്ലാണ് ഇവിടെ ഉള്ളത്. നോക്കിയ ഒരു മരം ഒന്നുമില്ല. ശരിക്കും പണി പാലും വെള്ളത്തിൽ കിട്ടിയെന്ന് പറഞ്ഞ് കേട്ടിട്ടല്ലോ. അതാണ് ഇതിനെയാണ് പറയുക, പണി പാലും വെള്ളത്തിൽ കിട്ടിയെന്ന്. ഒന്നും പറയണ്ട, ശരിക്കും പട്ടിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കൊണ്ടുവന്ന വെള്ളമൊക്കെ മറ്റേ എന്താ പറയുക, അതൊക്കെ കൊണ്ടുവന്ന് ഏകദേശം കഴിഞ്ഞ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയില്ല. ഇപ്പോൾ ഉപ്പുവെള്ളം കുടിക്കേണ്ടി വരുന്ന തോന്നണേ. അടിപൊളി. ഇതേപോലത്തെ ഒരു പറ്റാല്ല. നല്ല വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 വ്യൂവും. ഇനിയിപ്പോൾ നമുക്ക് ആ കാണുന്ന മുട്ടക്കുന്നില്ലേ, ആ ദ്വീപ്, അവിടേക്കാണ് ഇനി പോകേണ്ടത് കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഏകദേശം അതിൻ്റെ താഴ്ഭാഗത്ത് എത്തിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമുക്ക് ഈ ചെരുപ്പും മുണ്ടെടുത്ത് നമുക്ക് എന്തെങ്കിലും അങ്ങോട്ട് പോകാൻ പറ്റില്ലാന്ന്. കാരണം ഒരു 20 മീറ്റർ 25 മീറ്റർ മാക്സിമം, ഒരു ഏകദേശം ഒരു 85-90 ഡിഗ്രി ആ രീതിയിലുള്ള കുറച്ച് സ്ഥലം ഭയങ്കര കല്ലുമായിട്ട്. അപ്പോൾ അത് നമ്മൾ ഇറങ്ങാൻ റിസ്ക് എടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 8ൻ്റെ പണി കിട്ടും. അപ്പോൾ ഗടികളെ നമ്മൾ മനസ്സോടെ അങ്ങോട്ട് കയറി പോകുന്നു കേട്ടോ. വെറുതെ ഇറച്ചിമ മണ്ണാക്കണ്ടല്ലോ, വല്ല സ്ഥലത്തും വന്നിരുന്ന് പട്ടി ചാവണ പോലെ ചാവണ്ടല്ലോ. കയറി പോന്നു. അപ്പോൾ അത് പോണത് ഒരു എവർഗ്രീൻ്റെ ഒരു കണ്ടെയ്നർ ഷിപ്പ്. പണ്ടാരോ സാധനം, എന്തിട്ട വലിപ്പം, രക്ഷയില്ലട്ടോ. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ കേട്ടോ. വീഡിയോയിൽ കാണുമ്പോൾ അതിൻ്റെ ആ ഒരു വലിപ്പമുണ്ട് നമുക്ക് മനസ്സിലാവണല്ലോ. ഇത് അപ്പാര സാധനം എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മുകളിൽ. എന്തായാലും വെയിലും ചൂടും ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് അവിടുത്തെ ഒരു ഭംഗി കാണുമ്പോഴേ നമുക്ക് അവിടെ നിന്നാണ്ട് പോരാൻ തോന്നുന്നില്ല. പക്ഷെ എന്ത് ചെയ്യാം, ശരിക്കും ടയർഡായി, ഒരു രക്ഷയില്ല. കൊണ്ടുവന്ന വെള്ളമൊക്കെ കഴിഞ്ഞ്
അമ്മാതിരി ഹ്യൂമിഡിറ്റി, ഒരു രക്ഷയില്ല. ഹോങ്കോങ്ങിലത്തെ ഒരു പ്രത്യേകത ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ്. ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30-35 ഡിഗ്രിയെ മാക്സിമം വരുള്ളൂ. പക്ഷേ ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊട്ടുക്കത്തെ ഹ്യൂമിഡിറ്റിയോട് ഒരു രക്ഷയില്ല. നമ്മുടെ കാലുമേക്കോട്ടൊക്കെ ഉണ്ടല്ലോ വെള്ളം എങ്ങനെയുണ്ട് ഒലിക്കുന്നത് നമുക്ക് ശരിക്കും മനസ്സിലാവും. നമ്മുടെ പാൻറ്റ് വരെ നമ്മൾ നനയും. അമ്മാതിരി ഹ്യൂമിഡിറ്റിയാണ്, ഒരു രക്ഷയില്ലാത്ത ഹ്യൂമിഡിറ്റി ഉള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചൂട് ഒരു 40-45 നമുക്ക് സഹിക്കാം. പക്ഷേ ഹ്യൂമിഡിറ്റി അപാരം. അപ്പോൾ സുഹൃത്തുക്കളെ, എവർഗ്രീനെ നമ്മൾ ടാറ്റയ്ക്ക് കൊടുത്ത് യാത്രയാക്കിയിട്ടുണ്ട്. അത് അതിൻ്റെ വഴിക്ക് പോയി. അപ്പോൾ നമുക്ക് നമ്മുടെ വഴിക്ക് പോവാം. അപ്പോൾ പോണതിന് മുമ്പ് ഒരു കാര്യം ചെയ്യാം. അപ്പുറത്തെ സൈഡിൽ നമ്മളിപ്പോൾ ഒരു സൈഡല്ലേ കണ്ടുള്ളൂ, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്താണ് നമുക്ക് കാണാനുള്ളത് നമുക്ക് കാണിച്ചു തരാം. വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ ആയിട്ട് വന്നത് സൺസെറ്റ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സൺസെറ്റ് കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപാര സൺസെറ്റ്. അവിടെ രക്ഷയില്ല, നല്ല അടിപൊളി വ്യൂ ആണ്. സൺസെറ്റിനെ പറ്റി നല്ല വ്യൂ ആണ്. അതൊക്കെ കാണണമെന്ന് വെച്ചിട്ടാണ് വന്നത്. പക്ഷേ എന്ത് ചെയ്യാം, ആരോഗ്യനില വളരെ മോശമായി. അമ്മാതിരി ടയർഡായി. കൊണ്ടുവന്ന വെള്ളമൊക്കെ കഴിഞ്ഞു. ഇത്രയ്ക്കൊന്നും നമ്മൾ വിചാരിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ എന്തായാലും ഇവിടുന്ന് ആ വ്യൂ ഒന്ന് കണ്ടിട്ട് നമുക്ക് പതുക്കെ സ്കൂട്ടാവാം. എന്തൊക്കെയായാലും ഒരു വരവും കൂടി നമുക്ക് വരേണ്ടി വരും. അധികം താമസിക്കാണ്ട് നമുക്ക് ഒന്നും കൂടി വന്നിട്ട് സൺസെറ്റൊക്കെ കാണാവുന്ന രീതിയിൽ വരാം. അപ്പോൾ ഇങ്ങോട്ട് ആർക്കെങ്കിലും വരണം എന്നുണ്ടെങ്കിൽ ഒരു 4:30 കഴിയുമ്പോഴേക്കും ഇങ്ങോട്ട് വന്നാൽ മതിട്ടാ. അത്ര വലിയ റിസ്ക്കിയുള്ള ഹൈക്കിംഗ് ഒന്നുമല്ല. പിന്നെ നമുക്കും അമളി പറ്റി, നിങ്ങൾക്ക് അമളി പറ്റണ്ടെന്ന് വിചാരിച്ചിട്ട് പറയാം. ഒരു 4:30-5 മണിയോട് കൂടി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ സൺസെറ്റൊക്കെ കണ്ട് നല്ല അടിപൊളിയായിട്ട് പോവാം. അപ്പോൾ ഇത്രയ്ക്കുള്ള ഇവിടെ കാണാം. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും എപ്പോഴെങ്കിലൊക്കെ കാണാം കേട്ടോ.